കേസിൻ്റെ വഴിക്ക് പോകുമല്ലോ. അതിൽ ഞങ്ങളെ സർക്കാരിന് കൃത്യമായി ഇത്തരം കാര്യങ്ങളൊരു നയമുണ്ട്. ആ നയം ഇതുപോലുള്ള കാര്യങ്ങൾ കേസ് കൊണ്ട് നേരിടുക എന്നുള്ളതല്ല. പാട്ടെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പാട്ടുകൾ വരാറുണ്ട്. ഒരു പരാതി എന്നാൽ ചിലപ്പോൾ കേസ് എടുത്തിട്ടുണ്ടാകുന്ന വരും. പക്ഷേ സർക്കാരിൻ്റെ നയമാണല്ലോ പിന്നെ നടപ്പാവുക. അതല്ലേ നടപ്പാകുന്നത്. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിന് വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിനൊരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്. പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വോട്ട് പോരട്ടെ എന്നുള്ള ചിന്തയല്ല, അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങൾ നമ്മൾ കാണണ്ടേ. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യമാകെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്? എന്താണ് ഈ ദാരിദ്ര്യം കുറയാൻ കാരണം? ഇപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി എന്ന പ്രഖ്യാപനം നടത്തി. എങ്ങനെയാണ് അങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ഇപ്പോൾ 2000 രൂപ വീതം, നേരത്തെ 1600 1600 രൂപ വീതം ഓരോ ആളുടെയും കയ്യിൽ കിട്ടുക, 60 ലക്ഷം ആളുകളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അവർ പെട്ടിയിൽ വെച്ച് പൂട്ടുകല്ലാരോ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ലേ, നാട്ടിലത് വ്യാപരിക്കുകയല്ലേ, പാവപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലേ ഇതെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങളുണ്ടായതിൽ ചെറിയൊന്നാണല്ലോ ഇതൊക്കെ. അത്തരം കാര്യങ്ങളാണല്ലോ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്ത് നമ്മളെക്കാളും വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാക്കാൻ പുറപ്പെട്ടോ? നേരത്തെ ആലോചിച്ചില്ല. എന്നാൽ കേരളം ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, എന്നാൽ നമ്മളൊന്നും ഒരു കൈ നോക്കിക്കളിയാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും സംസ്ഥാനം ഇപ്പോൾ അതിനുശേഷം പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതൊക്കെ ഒരു ജനങ്ങളോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പാവപ്പെട്ടവരെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമാണ്.